ഹായ് ഫ്രണ്ട്സ്, അപ്പം ഞാൻ ഈ വണ്ടീൻ്റെ ഓയിൽ മാറ്റാൻ വന്നാൽ വെറുതെ നിൽക്കുമ്പോൾ ഇത്രയും സമയം കുറച്ച് നേരം നിൽക്കണ്ടെന്ന് വെച്ചിട്ട് ചെറിയൊരു വീഡിയോ എടുത്താണ്. ഇപ്പം വണ്ടീൻ്റെ ഓയിൽ മാറ്റുന്നുണ്ട്. വേറെ അരമണിക്കൂറോളമായി ഇവിടെ വന്നിട്ട് ഇവർ എന്താക്കുന്നില്ല. എൻ്റെ വണ്ടി ശ്രദ്ധിച്ചിട്ടില്ല. അപ്പോൾ ഞാനിപ്പോൾ വീഡിയോ എടുക്കൽ തുടങ്ങിയാൽ ഇവനെന്താക്കി ഇതാ ഇപ്പോൾ കഴിക്കാലും ചെയ്യുന്നുണ്ട്. ഇപ്പം ഫിൽറ്റർ കഴിച്ച് മാറ്റുന്ന വണ്ടീൻ്റെ അടിയായത്. അപ്പോൾ ഇതിൻ്റെ ഇത് കാണിച്ചുള്ളൂ. ഇത് വല്ലാണ്ട് പമ്പറിന് മറ്റേ ഈ അമ്പ് എന്താക്കുന്ന അമ്പ് തുള്ളുമ്പോൾ അതിൻ്റെ മുകളിൽ വല്ലാണ്ട് വരക്കുകയും ചെയ്യും. അപ്പോൾ ഇതിന് ഇത് ചെറുങ്ങനെ എന്താക്കണം, സ്ക്രൂ ചെയ്ത് കെട്ടിത്തരുമ്പോൾ എനിക്ക് അപ്പോൾ അത് റെഡിയാക്കും. അപ്പം ഇതിൻ്റെ മെയിൻ ഫോർമുലനായി വരുന്ന ഇതാ മെയിൻ. ടൈം ഉണ്ടാവില്ല ഇപ്പം, എനിക്ക് ടൈമില്ല. ഞാൻ വന്നിട്ട് അരമണിക്കൂറായി. कितना टाइम हो गया अभी? चाय देखो, चाय लेके आया, ठंडी भी हो गया। मैं देखेगा चाय ठंडा है, गर्मी है, बहुत गर्मी है. ഓനിക്ക് ചായ കൊണ്ടുവന്നു. അതെടുത്ത് ഞാനെടുത്ത് കുടിച്ച് കുറേ നേരമായി കൊണ്ടുവന്നിട്ട്. അപ്പോൾ തീരെ ചൂടില്ല. 4 മണിക്കാരം കൊണ്ടാച്ച ഞാൻ കുടിച്ച്. അണ്ണാ അണ്ണാ കുടിച്ച് ചൂടില്ല. അപ്പോൾ ഇവല് ഞാനിങ്ങനെ ഇടങ്ങാറായിക്കൊണ്ടിരിക്കും, അല്ലെങ്കിൽ വേഗം നമുക്ക് പോക്കുണ്ടാവില്ല. അപ്പോൾ ഓയിൽ വാങ്ങി വന്നിട്ടുണ്ട്. ഓയിൽ വാങ്ങി കൊണ്ടാച്ച് ഫിൽറ്റർ വാങ്ങി അതിൻ്റെ സ്റ്റിക്കർ വാങ്ങി ഇനി ഇത് എഴുതി ഒട്ടിക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് ഒഴിക്കണം ഓയിൽ. അണ്ണാ ഓയിൽ വരണ്ട, ഇവിടെ കൊണ്ടാച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ആരുവാ ഏതാണ്ട് ഏത് ഇതല്ല അത് ഇനി പേടിപ്പിക്കുന്ന മേ ഡർഗിയ. അണ്ണാ കാര്യ ഭയങ്കര ചൂട് തന്നെയാണ് ഇവിടെ. ഏതാ ചൂട്, നിങ്ങളെ സമ്മതിക്കണം മക്കളെ. सुबह कितना बजे सुबह को कितना बजे ओपन करेगा? 8 बजे. बाद में 12 बजे जाएगा. 12 बजे जाएगा. 12 बजे जाएगा, थोड़ा बैठेगा, खाना खाएगा. बाद में कितना बजे आएगा? 4 बजे आएगा. എല്ലാ ചൂടും സഹിക്കണം. ഇവരെ പണി വല്ലാത്തൊരു പണിയാണ്. അപ്പോൾ ഒഴിക്കും മോനെ. എന്താ അണ്ണൻ്റെ ചിരി? ഇത് പോരടാ. ആണ് ഇവിടെ എത്ര വർഷമായി? 3 വർഷമായി. 3 വർഷമായാണ് ഇവിടെ ജോലി ചെയ്യുന്നു ഒമാനിൽ. तुम कितना साल हो गया इधर काम करते हैं? कितना मालूम नहीं. 12 साल. हाँ, मैं इधर आया उसी टाइम देखते हैं. റഫീഖ് നാം. അപ്പം എല്ലാം കഴിഞ്ഞു. അപ്പം ആവശ്യത്തിനുള്ള അതിലൊഴിച്ച് ചെക്ക് ചെയ്ത് അതിൻ്റെ മൂടിയിട്ട് മോനെ മൂടിയിട്ട് ഞാൻ അത് ശരിയാക്കിയില്ലല്ലോ. ഷാർട്ട് കരേഗ, നോ പ്രോബ്ലം. ഷാർട്ട് കരേഗ, ഷാർട്ട് കരേഗ, ഷാർട്ട് കരേഗ. യെസ് അണ്ണാ, ഒന്നുമേ പുറിയില്ലേ? ഇങ്ങ ഇരിക്കാ എപ്പടി എപ്പടി കുറച്ച് കമ്പി കമ്പി എടുത്തിട്ട് കെട്ട്. അപ്പോൾ ഇതിനെ കൊണ്ട് അത് കെട്ടിത്തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അണ്ണ അടിപൊളിയിൽ കെട്ടിയിട്ട് നമ്മൾ
മുത്തപ്പ തുള്ളുമ്പോൾ എന്താവും? ഇത് പിന്നെ അറബിയിൽ മുത്തപ്പ എന്നാണ് പറയുക, ഹമ്പിന് കേട്ടാ. അപ്പം അമ്പ് തുള്ളുമ്പോൾ എന്താവും? ഇതാവും. ആ ഫിൽറ്ററിൻ്റെ മുകളിലൊന്നും കൊണ്ടുപോയി കെട്ടല്ലേ കുരിപ്പേ. അടിപൊളി. ഇനി മറ്റേതും കൂടി കെട്ടിയാൽ ലേശം പൊന്തു. അപ്പോൾ സൂപ്പറായി അല്ല? ഒരു കെട്ടും കൂടി വേണ്ട? ആ, അതും കൂടി കൊടുത്തോ. എന്നിട്ട് പാടെങ്ങാനും ഓയിൽ ഇറ്റുന്നൊന്നുമില്ലാതെ എല്ലാം ക്ലിയറല്ല? റെഡിയല്ല? ഓക്കെ. അപ്പോൾ ഞാനുള്ളത് സനായിയിലാണ്. സനായിയിൽ ഏതാ പീടിയാന്നും കൂടി വെറുതെ ഒന്ന് കാണിച്ചു തരാം. ഇതാ പീടിയേൻ്റെ ഓർഡറിലും ചേർത്താ. ഇതാ ഈ പീടിയയിലാണ് ഞാനുള്ളത്. ഇപ്പം ഞാൻ ഇവിടെ വന്നത് ഒരു 5 മണിയായിക്കുണ്ടാവും. ഇപ്പോൾ 6:30 മണിയായി. ഇപ്പോൾ എല്ലാം കഴിഞ്ഞ്. അപ്പോൾ ഇനി ഓല് അത് ആ കമ്പിയും കൂടി കെട്ടിക്കഴിഞ്ഞാൽ എന്താക്കാം, വണ്ടി ഇറക്കി നമുക്ക് പോവാം. അണ്ണാ 6000. 6000 എത്ര? അതാണ് போதுமா போதுமா ரக்கு பக்கு போதுமா சரக்கு வச்சிருக்கு எருக்கு வச்சிருக்கு சரக்கு கட்டி உலகு போட்டு பறத்து வச்சிருக்கு കോഴി രുസിയാ ഇരുന്നാൽ കോഴിയെ വെട്ട്. നമ്മളെ അണ്ണന് വച്ചൊരു പാട്ട് പാടിക്കൊടുത്തത്. അണ്ണൻ്റെ ചിരി. അണ്ണൻ വണ്ടിയൊന്നും നാശാക്കല്ല. ഇനി റെഡിയല്ല? പൊതുവാ റെഡി? ആ റഫീഖ് ഭായ് ചലത്താ. പ്രയാസവും ബുദ്ധിമുട്ടും എല്ലാ സംഗതിയും, ചൂടത്തും പണിയെടുക്കണം, വെയിലത്തും പണിയെടുക്കണം, എല്ലാ പ്രശ്നങ്ങളും എല്ലാ മേഖലയിലും ഉണ്ട്. ഇപ്പം തന്നെ മറ്റേ വർക്ക്ഷോപ്പിൽ കണ്ടല്ലോ ഓലെത്ര രാവിലെ ചൂടത്തും ഭയങ്കര ഇതെല്ലാമായി അനുഭവിച്ച് ഓലിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മനസ്സിലൊരു വെറുപ്പും വിദ്വേഷവും ഒന്നും ഇല്ലാണ്ടിരിക്കാൻ വേണ്ടി നമ്മൾ ഒരു ഹാപ്പി ആയിട്ട് അവരോട് സംസാരിച്ച് അവരോട് തമാശയെല്ലാം പറഞ്ഞ് കുറച്ച് പാട്ടെല്ലാം പാടിക്കൊടുത്ത് അങ്ങനെ ചെയ്യുമ്പോൾ ഓലിക്കൊരു ഇതുണ്ടാവും. നമ്മളൊരു പാകലായിട്ട് തന്നെ കണ്ടോട്ടെ, അങ്ങനെ സുഖമില്ലാത്ത ഒരാളായിട്ട് തന്നെ കണ്ടോട്ടെ. പക്ഷേങ്കിൽ എന്തുണ്ട്, ഓലിക്കൊരു ഹാപ്പി ഉണ്ടാവും. നമ്മൾ വരുമ്പോൾ അടുത്ത പ്രാവശ്യം പോകുമ്പോൾ എല്ലാം നമുക്ക് എപ്പോൾ ഒരു ഇതുണ്ടാവും, എവിടെ കണ്ടാലും ഒരു ലോകം ഉണ്ടാവും. അങ്ങനെയെല്ലാം ഉണ്ട്. പക്ഷെ നമ്മൾ വെറും ഒരു നെഞ്ചോലം വീരിച്ച് പോയി ഇതിൻ്റെ ഓയിലൊന്ന് മാറ്റിയാന്, ഇതിൻ്റെ ഇതൊന്ന് മാറ്റിയാന്, പിന്നെ വണ്ടീൻ്റെ ഇതൊന്ന് പോയിക്ക് എന്നെല്ലാം പറഞ്ഞിട്ട് ശേഷം ഒരു കഴിവിടി നിൽക്കുന്നതിൽ നല്ല എന്ന് വെച്ചാൽ ഹാപ്പി ആയിട്ട് നിൽക്കുക. നാട്ടിലെ ടാക്സി ഡ്രൈവർമാരെല്ലാം കണ്ടിട്ടില്ലേ, മറ്റേ ജീപ്പിലെല്ലാം ഞാൻ ഈ ചെറുപ്പത്തിലേ കാണുന്നൊരു സംഭവം. നമ്മളെ ഇടൽക്കാരിൽ ഒരുപാട് ടാക്സി ഡ്രൈവർമാരെല്ലാം ഉണ്ടായിരുന്നു. എന്തായാലും ഇവർ എത്ര ആളെ കുത്തിക്കൊള്ളിച്ചാലും ഡ്രൈവർ ഈ ഒരു ഭാഗത്തെ ചോലെപ്പോൾ പുറത്തായി കൊണ്ടാവാം. അത് ഈ വെയിലും മഴയും എല്ലാം ഓല് ആ ചോലുമ്മിൽ എന്താക്കുന്നുണ്ട്, ഫുള്ള് പകുതി മുക്കാൽ ഓല് നനഞ്ഞ് കുളിച്ചിട്ട് എപ്പോൾ ഉണ്ടാവാം. ആ വേർപ്പും ചൂടും മറ്റേ എല്ലാ സംഗതിയും ഓല് സഹിച്ചിട്ടാണ് ഓരോരോ ദിവസവും വണ്ടി ഓടിക്കുന്നത്. എല്ലാവർക്കും എല്ലാ പണിയിലും എല്ലാ മേഖലയിലും എന്തുണ്ട്, ബുദ്ധിമുട്ടും കാര്യങ്ങളുണ്ട്. അപ്പം കുറച്ച് തമാശയും കാര്യങ്ങളെല്ലാം ഒരു ഹാപ്പി ആയിട്ട് സംസാരിക്കുക, എന്നാലും തന്നെ ഒരു ഇതുപോലേക്ക് കിട്ടും. അപ്പോൾ അത്രേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും നമ്മളെ ചെറിയ ഈ വീഡിയോ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഇൻഷാ അല്ലാ അടുത്തതിനും നമുക്ക് അടിപൊളി വീഡിയോസായിട്ട് ഞാൻ വരും. ഇപ്പം വെറുതെ ഒരു സമയം കിട്ടിയാൽ ചെറിയൊരു സമയം കൊണ്ട് ഞാൻ എടുത്തൊരു വീഡിയോ ആണ്. അപ്പോൾ ഉള്ള സമയം കൊണ്ട് എടുത്ത വീഡിയോ ആണ്. അപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ